മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം കേരളത്തോട് ചെയ്ത കൊടും വഞ്ചനയാണെന്ന് നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത്. സംസ്ഥാനത്തെ പട്ടിണിപ്പാവങ്ങളുടെ ക്ഷേമകാര്യങ്ങൾക്ക് ലഭിക്കേണ്ട കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്താനേ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കൊണ്ട് കഴിയൂ എന്നും ആര്യടൻ ഷൗക്കത്ത് MLA കൂട്ടിച്ചേർത്തു. ചരിത്രവും ഉദാഹരണങ്ങളും നിരത്തിയായിരുന്നു MLAയുടെ പരിഹാസം. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം, സമ്പൂർണ്ണ വൈദ്യുതി സംസ്ഥാന പ്രഖ്യാപനം എന്നിവയുടെ പരിണിത ഫലങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി നമുക്കറിയാം, അതായത് ഭവനരഹിതർ, അതായത് കൃത്യമായി ജോലിയില്ലാത്തവർ, അങ്ങനെയുള്ള അതിദരിദ്രരുള്ള ഒരു വലിയ നിയോജകമണ്ഡലമാണ് നിലമ്പൂർ. നിലമ്പൂരിൽ തന്നെ സ്വന്തമായി വീടില്ലാതെ പ്ലാസ്റ്റിക് കൂരയിൽ കഴിയുന്ന 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ തന്നെയുണ്ട്. അല്ലാത്തവർ അതിൽ കൂടുതലും. ഇങ്ങനെയുള്ള ഈ നിലമ്പൂരൊക്കെ നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. വാസ്തവത്തിൽ ഭയങ്കര തമാശയായിട്ടാണ് തോന്നുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരനുഭവം, ഇനി കേന്ദ്രത്തിൽ നിന്ന് മറ്റു സഹായങ്ങൾ, ദരിദ്ര കുടുംബങ്ങൾക്ക് കിട്ടേണ്ട സഹായങ്ങൾ പോലും ഇതോടുകൂടി ഇല്ലാതെയാവുക. കാരണം അവിടെ ദരിദ്രരില്ലല്ലോ. ഇനി എന്ത് നിങ്ങൾക്ക് സഹായം? കാരണം നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ നമുക്ക് ഈക്വലൻസിക്ക് ഒരു ഫണ്ടും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല. സാക്ഷരതാ പ്രവർത്തനത്തിൽ 4ാം ക്ലാസ് പാസ്സാകാൻ വേണ്ടിയുള്ള പദ്ധതി ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളിത് അനുഭവിച്ചതാ. നിങ്ങൾക്ക് എന്തിനാ പൈസ? അവിടെയൊക്കെ സാക്ഷരരല്ലേ എന്ന് ചോദിച്ചു. ഇലക്ട്രിസിറ്റി സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്ക് പിന്നീട് കേന്ദ്രത്തിന്റെ വൈദ്യുതീകരണത്തിനൊരു ഫണ്ട് പോലും പിന്നെ നമുക്ക് കിട്ടിയില്ല. സത്യത്തിൽ ഇത് കേരളത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു മേനി നടിക്കാൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന ഒരു വഞ്ചനയാണ് വാസ്തവത്തിൽ ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ഈ പ്രഖ്യാപനം. നിലമ്പൂരിൽ നിരവധി കുടുംബങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി അന്തിയുറങ്ങുന്നു. വനാന്തർ മേഖലയിലെ ആദിവാസികളുടെ തീരാനൊമ്പരവും അദ്ദേഹം വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ വിഷൻ, നിലമ്പൂർ.